എല്ലാവർക്കും നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ, കലാകാരന്മാരെ, കലാകാരികളെ, സഹോദരി സഹോദരന്മാരെ, കൊച്ചുകുട്ടികളെ, ഇവിടെ കലയെക്കുറിച്ചും സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ശ്രീ കാരൂര് സംസാരിച്ചു. വളരെ ഗഗനമായ വിഷയം എന്ന നിലയിൽ പിന്നീടുള്ള ഈ സ്കൂളിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരു വാതായനം തുറന്നിടുകയാണ് ശ്രീ കാരൂര് ചെയ്തത്. അജയൻ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചപ്പോൾ അജയൻ്റെ ഒരു പരിപാടിയായിട്ടല്ല ഞാനതിനെ കാണുന്നത്, നമ്മുടെ ഒരു പരിപാടിയായിട്ടാണ് അതിനെ കണ്ടത്. കാരണം ഒരു ആർട്ടിസ്റ്റ് ഫ്രറ്റേണിറ്റിയുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് നമ്മളിതിനെ സ്വീകരിക്കുന്നത്. കാരണം ഞാനും നിങ്ങളെപ്പോലെ ഈ നിങ്ങളുടെ പ്രായത്തിൽ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് പോലും ചിത്രം വരയ്ക്കാൻ ഇങ്ങനെ തുടങ്ങിയ ഒരാളാണ്. ഏതാണ്ട് ഒരു 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനൊരു ശില്പം ആദ്യമായിട്ട് ചെയ്യുന്നത്. അത് ഞാൻ ജനിച്ചു വളർന്നത് ഇടുക്കിയിലൊരു മലയോര പ്രദേശത്താണ്. അപ്പോൾ അവിടെ കൃഷിയൊക്കെയുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ഈ പാടം വിത്ത് വിതയ്ക്കുകയും നെൽകൃഷി നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പോൾ അവിടെ ജോലിക്കാരൊക്കെ കൂടി ഇങ്ങനെ കൃഷി ചെയ്യാൻ വേണ്ടി പാടം തൂമ്പാകൊണ്ട് കിളച്ച്, അന്ന് കാളയൊക്കെ വെച്ച് ഉഴുതൊന്നുമില്ല, തൂമ്പാകൊണ്ടൊക്കെ കിളച്ച് കൈക്കോട്ട് വെച്ചൊക്കെ ചെളി ഇങ്ങനെ കോരിയിടുമ്പോൾ ഞാൻ എങ്ങനെയോ അതിൽ നിന്ന് കുറച്ച് ചെളിയെടുത്തിട്ട് കൊണ്ടുപോയി ഒരു രൂപം നിർമ്മിക്കുകയാണ് ചെയ്തത്. അത് പ്രത്യേകിച്ച് ആരും പറഞ്ഞിട്ടൊന്നുമല്ല. അത് അന്ന് പള്ളിയിലൊക്കെ പോകുന്നൊരു സമയമാണ്, ചർച്ചിലൊക്കെ പോകും. ഇപ്പോൾ ചർച്ചിൽ ദൈവങ്ങളുടെ രൂപങ്ങളൊക്കെ ഇങ്ങനെ, അതായിരുന്നു എൻ്റെ കണ്ണിൽ ചർച്ചിൽ പോകുമ്പോൾ ഞാൻ നോക്കി നിന്നുകൊണ്ടിരുന്നത്. ഈ സെൻറ്റ് ജോസഫിൻ്റെയും സെൻറ്റ് മേരിയുടെയൊക്കെ ക്രൈസ്റ്റിൻ്റെയൊക്കെ രൂപങ്ങളിങ്ങനെ നിറമൊക്കെ അടിച്ച് വെച്ചിരിക്കുന്നത്, അതായിരുന്നു എൻ്റെ കണ്ണ് അതിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ചെളി എടുത്തിട്ട് ഞാൻ അങ്ങനെ ഒരു രൂപമാണ് ആദ്യം ചെയ്യുന്നത് 5ാം ക്ലാസ്സിൽ വെച്ചിട്ട്. അത് പിന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അതൊരു നിറമൊക്കെ അടിച്ചിട്ട്, കളർന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയോ കക്ക നീറ്റിയ ചുണ്ണാമ്പ് പോലത്തെയുള്ള സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റ് നാച്ചുറലായിട്ടുള്ള ചില കളറുകളൊക്കെ, ചില ഇലയുടെ ചാറൊക്കെ ഇടിച്ചു പിഴിഞ്ഞ്, അതാരും പറഞ്ഞു തന്നിട്ടൊന്നുമല്ല. അങ്ങനെയായിരുന്നു എൻ്റെ കലാജീവിതം വാസ്തവത്തിൽ ആരംഭിച്ചത്. പിന്നീട് ഒരു ഡ്രോയിങ് ടീച്ചർ എന്നെ ചില മത്സരങ്ങൾക്ക് കൊണ്ടുപോവുകയും ചിത്രകലയുടെ ഈ ബാലപാഠം എന്നുള്ള രീതിയിൽ ചില രൂപങ്ങളും അത്തരത്തിലുള്ള ചില ഈ ജോമതീയ രൂപങ്ങൾ, ജോമെട്രി, അങ്ങനെയുള്ള ചില രൂപങ്ങളാണ് പിന്നെ വരച്ചു പഠിച്ചത്. അപ്പോൾ ഈ അജയൻ ആഗ്രഹിക്കുന്ന ഈ എസ്മ എന്ന് പറയുന്ന ഈ ആർട്ട് സ്കൂള് ഞാനിവിടെ വരുമ്പോഴും നിങ്ങളെ കാണുമ്പോഴും എനിക്ക് പഴയ ഓർമ്മ വന്നു. അതുകൊണ്ടാണ് ഞാൻ അതേപ്പറ്റി പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു വന്ന ഒരാളാണ് ഞാൻ. നിങ്ങളൊരു പക്ഷേ ആധുനികമായ ഒരു കാലഘട്ടത്തിൽ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു പാടത്തുനിന്ന് എടുക്കുന്ന ഒരു ക്ലേയിൽ നിന്നായിരിക്കില്ല നിങ്ങൾ ഇന്ന് ചിത്രകലയോ അല്ലെങ്കിൽ ശില്പകലയെയോ ഒക്കെ സമീപിക്കുന്നത്. ആ ആധുനികമായിട്ടുള്ള കാലികമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയും കലയ്ക്കും മൂല്യങ്ങൾക്കുമൊക്കെയുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടാണ് നിങ്ങൾ ഒരുപക്ഷെ ഈ സ്കൂളിൽ പേര് രജിസ്റ്റർ ചെയ്യുകയും അടുത്ത ബുധനും വ്യാഴവും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഇവിടെ ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ ക്ലാസ് തുടങ്ങും. അതിനു വേണ്ടിയാണ് നിങ്ങളെ കൊണ്ട് രജിസ്റ്ററിൽ ഒപ്പിടിച്ച് നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും പേരൻസിൻ്റെ ഇൻഫർമേഷൻസ് ഡേറ്റാസ് കളക്ട് ചെയ്തത്. പെട്ടെന്ന് അജയനെ വിളിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ അജയനെ വിളിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിൽ എൻഗേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിവിടെ വരുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എന്താ വരയ്ക്കേണ്ടത്. ഒരുപാട് തത്വങ്ങളും ഒരുപാട് ചരിത്രവും ഒരുപാട് ചിത്രങ്ങളും ഒക്കെ നിങ്ങൾ ഇൻ്റർനെറ്റ് വഴിയും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെയാണോ ഞാൻ വരയ്ക്കേണ്ടത്? പിക്കാസോ വരച്ചിരിക്കുന്ന പോലെ എനിക്ക് വരയ്ക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ രവിവർമ്മ വരച്ചതുപോലെ എനിക്ക് വരയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിലൊരു പക്ഷേ ഉണ്ടാവുക. പക്ഷെ പലപ്പോഴും ഈ പേരൻസ് വീട്ടിലെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ വിടുന്നത്. വെക്കേഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി ഇവർ വീട്ടിൽ കിടന്ന് ഭയങ്കര ബഹളവും കളിയും പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഇവൻ ഒരു 2 മാസത്തേക്ക് ഇങ്ങനെ ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ഇവൻ്റെ ശല്യം കുറയില്ല, ഇവളുടെ ശല്യം കുറയില്ലെന്ന് വിചാരിച്ച് പറഞ്ഞു വിടുന്ന പേരൻസ് ഉണ്ട്. എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലാത്തയും പേരൻസ് ഉണ്ട്. കുട്ടി എന്തെങ്കിലുമൊക്കെ വരച്ചു പഠിക്കട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ സ്കൂളിൽ നിന്ന് നിരന്തരം അവിടുന്ന് കിട്ടുന്ന അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് വിട്ട് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള വളരെ യുണീക്കായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അവനുണ്ടാകട്ടെ എന്ന് കരുതുന്ന പേരൻസും ഉണ്ട്. എങ്ങനെ തന്നെ കരുതിയാലും ഈ ആർട്ട് സ്കൂളിൽ വന്നിട്ട്
ചിത്രകലയുടെ ബാലപാഠം പഠിക്കുന്നത് എപ്പോഴും വളരെ നല്ലതായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാസ് റൂമിൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല ഇവിടെ കിട്ടാൻ പോകുന്നത്. അതെനിക്ക് വളരെ ഉറപ്പുണ്ട്. കാരണം ഇവിടെ കോട്ടയത്ത് തന്നെ ഈ പരിസരത്ത് വളരെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ ഈ സ്കൂളുമായിട്ടും ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് വളരെയധികം ഇഴുകിച്ചേർന്ന് ഡെഡിക്കേറ്റായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകളാണെന്ന് എനിക്കിവിടെ വന്നപ്പോൾ മനസ്സിലായി. അതിൻ്റെ ഒരു ആംബിയൻസ് ഇവിടെ എപ്പോഴും ഉണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. അപ്പം ഞാൻ ഈ അടുത്ത സമയത്ത് വർമ്മ പറഞ്ഞതുപോലെ, പാർത്ഥസാരഥി വർമ്മ പറഞ്ഞ പോലെ, ഈ സ്വിറ്റ്സർലൻഡിലെ ബാസൽ എന്ന് പറയുന്ന ഒരു മ്യൂസിയം ഉണ്ട്, കുൻസ്റ്റ് മ്യൂസിയം എന്ന് പറയുന്നത്. അവിടുത്തെ ഏറ്റവും പ്രശസ്തമായൊരു മ്യൂസിയം. അവിടെ ഇങ്ങനെ സന്ദർശിച്ചപ്പോൾ അവിടെ ഈ ഹെൻറി റൂസോ എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ കലാകാരൻ, അദ്ദേഹം പിക്കാസോയുടെയൊക്കെ കാലഘട്ടത്തിൽ ചിത്രം വരച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹം തനിച്ച് പഠിച്ച ആളാണ്. എന്നുവെച്ചാൽ സ്കൂളിലും കോളേജിലും ഒന്നും പോയി പഠിച്ച ആളല്ല, പെയിൻറ്റിങ് സ്വന്തമായിട്ട് പഠിച്ച ആളാണ്. അപ്പോൾ റൂസോയുടെ ഒരുപാട് പ്രശസ്തമായിട്ടുള്ള പെയിൻറ്റിംഗ് ഉണ്ട്. സ്ലീപ്പിംഗ് ജിപ്സി, പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഗംഭീരമായ ചിത്രങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഞാൻ ഈ ബാസലിലെ ഈ മ്യൂസിയത്തിനകത്ത് ഈ ചിത്രത്തിൻ്റെ മുന്നിൽ ഇത് കാണാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഞാൻ കാണുന്നത് ഈ നിങ്ങളെപ്പോലെ അവിടെ തണുപ്പൊക്കെ ആയതുകൊണ്ട് ഈ കോട്ടും ടൈയൊക്കെ കെട്ടി ഷൂ ഒക്കെ ഇട്ട് കുറച്ച് കുട്ടികൾ ആ ചിത്രത്തിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, ഇങ്ങനെ ചമ്രം പടിഞ്ഞിരിക്കുക. എനിക്കൊന്ന് അവരുടെ അധ്യാപകരാണെന്ന് തോന്നുന്നു, 2 അധ്യാപകരുണ്ട്. അവർ ഈ ഹെൻറി റൂസോയുടെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് ക്ലാസ് എടുക്കുക. ഞാനത് കുറച്ചു നേരം നിന്ന് കേട്ടു. ഇപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. അവർ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ജർമ്മൻ ലാംഗ്വേജിലാണെന്ന് തോന്നുന്നു. ഫ്രഞ്ചും ഇടയ്ക്ക് പറയുന്നുണ്ട്. ഫ്രഞ്ച് വാക്കുകളൊക്കെ കുറച്ചൊക്കെ നമുക്ക് പിടികിട്ടി. അപ്പോൾ റൂസോയുടെ പെയിൻറ്റിങ്ങിനെ കുറിച്ചാണ് ഈ അധ്യാപകർ പറയുന്നത്. അപ്പോൾ അതൊക്കെ കുറേ സമയം കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഈ അധ്യാപകരുമായിട്ട് ഒന്ന് സംസാരിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവർ പരിമിതമായിട്ടുള്ള ഇംഗ്ലീഷിലും ഭാഷയൊക്കെ വെച്ചിട്ട്, എൻ്റെ പരിമിതമായ ഇംഗ്ലീഷൊക്കെ വെച്ചിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോഴും ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് ജർമ്മനിയിലുള്ള അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിലുള്ള ഫ്രാൻസിലുള്ള എല്ലാ മ്യൂസിയങ്ങളും ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ട് കാണിക്കും. അത് ശില്പങ്ങൾ ചിത്രങ്ങൾ മാത്രമല്ല, അവിടെ വേറെ ഒരുപാട് മ്യൂസിയങ്ങളുണ്ട്. ഇപ്പോൾ മുൾഹൗസ് എന്ന് പറയുന്ന സ്വിറ്റ്സർലൻഡിനും ജർമ്മനിക്ക് അടുത്തുള്ള ഒരു സ്ഥലത്തൊരു ആദ്യത്തെ റെയിൽവേയുടെ എഞ്ചിനുകളും അതുപോലെ റെയിൽവേനെ കുറിച്ചുള്ള വലിയൊരു മ്യൂസിയം അവിടെയുണ്ട്. അപ്പോൾ ഒരു തീവണ്ടിയുടെ എഞ്ചിൻ എങ്ങനെയാണ് അത് ഫോർമുലേറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ നിർമ്മിച്ചത്, അതെങ്ങനെയാണ് ഇപ്പോൾ പ്രിസർവ് ചെയ്യുന്നത്, വരും തലമുറയ്ക്ക് പഴയ തീവണ്ടി എഞ്ചിനുകളൊക്കെ കാണാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്ന് പുതിയ തലമുറയ്ക്ക് അറിയാൻ വേണ്ടിയുള്ളൊരു ഈ തീവണ്ടികളുടെ എഞ്ചിനെക്കുറിച്ചും അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചും അതിൻ്റെ എഞ്ചിനീയറിംഗ് സെക്ഷനെ കുറിച്ചുള്ള വലിയൊരു മ്യൂസിയം ഇതിനടുത്ത് തന്നെയുണ്ട്, ബാസൽ മ്യൂസിയം ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ ഈ റിച്ചാർഡ് സെറ എന്ന് പറയുന്ന വലിയ അടുത്ത കാലത്ത് മരിച്ചുപോയ ശില്പിയുടെ വലിയ ശില്പങ്ങളുണ്ട്. റൊദാൻ എന്ന് പറയുന്ന, റോഡിൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കാം, റൊദാൻ എന്ന് പറയുന്ന ശില്പിയുടെ ഒരുപാട് ശില്പങ്ങൾ ഈ മ്യൂസിയത്തുണ്ട്. അപ്പോൾ അവർ പറയുകയാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ പ്രത്യേകിച്ച് കലയും സംസ്കാരത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നത് സ്കൂളിലല്ല, ക്ലാസ് റൂമുകളിലല്ല, മറിച്ച് മ്യൂസിയങ്ങൾ കൊണ്ടുപോയി നേരിട്ട് ഒറിജിനൽ വർക്ക് കാണിച്ച്, ഒറിജിനൽ ഒബ്ജക്റ്റ് വസ്തുവിനെ കാണിച്ചിട്ടാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ആർട്ട് എഡ്യൂക്കേഷൻ്റെ മെത്തഡോളജി ഫോർമുലേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് എന്ന് അധ്യാപകർ പറയുകയുണ്ടായി. പിന്നെ ഞാൻ ഒരു 20ഓളം പ്രശസ്തമായ എല്ലാ മ്യൂസിയങ്ങളും സന്ദർശിച്ചപ്പോഴൊക്കെ അവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് വിദ്യാർത്ഥികളെയാണ്. നമ്മൾ കാഴ്ചക്കാർ ധാരാളമുണ്ട്, പക്ഷേ സ്കൂൾ സ്റ്റുഡൻസാണ് ക്ലാസ് ടൈമിൽ. എന്നുവെച്ചാൽ അവിടെ സമ്മർ വെക്കേഷനൊന്നും ആയിരുന്നില്ല. അപ്പോൾ അവിടെ സ്റ്റുഡൻസിൻ്റെ ഒരു വലിയ തിരക്കാണ് കണ്ടിരുന്നത്. ആംസ്റ്റർഡാമിലെ വാൻഗോഗ് മ്യൂസിയത്തിലോ സ്റ്റഡ്ജിൽ മ്യൂസിയത്തിലോ റെക്സ് മ്യൂസിയത്തിലോ ബ്രസൽസിലെ റെനെ മാർഗരറ്റ്, കരൂര് പറഞ്ഞ റെനെ മാർഗരറ്റ് മ്യൂസിയത്തിലൊക്കെ ചെല്ലുമ്പോൾ അവിടെയൊക്കെ വിദ്യാർത്ഥികളാണ് അവിടുത്തെ ചിത്രങ്ങൾ കാണുവാൻ ഏറ്റവും കൂടുതൽ ഉത്സുകരായി നിൽക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലാകുന്നത് വെച്ചാൽ യൂറോപ്യൻ ആർട്ട് എഡ്യൂക്കേഷൻ മെത്തഡോളജി എന്ന് പറയുന്നത് യഥാർത്ഥ ചിത്രങ്ങൾ കണ്ടും മ്യൂസിയങ്ങൾ സന്ദർശിച്ചും അതിൻ്റെ സാധ്യതകളും അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രവും ഈ പറഞ്ഞ തരത്തിലുള്ള സാങ്കേതികത്വം ഒക്കെ മനസ്സിലാക്കി കൊടുക്കുവാനാണ് അവിടുത്തെ എഡ്യൂക്കേഷൻ ശ്രമിക്കുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ ഇന്ത്യയിൽ അത്തരം മ്യൂസിയങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലൊരു പാഠ്യ പദ്ധതി, പഠന രീതികൾ ഇല്ല എന്നുള്ളതാണ്. വാസ്തവത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിൽ കലയെക്കുറിച്ചുള്ള, ആർട്ടിനെക്കുറിച്ചുള്ള, ദൃശ്യകലയെക്കുറിച്ചുള്ള വളരെ വീക്കായിട്ടുള്ള, വളരെ ദുർബലമായിട്ടുള്ള പാഠ്യപദ്ധതിയും പാഠ്യരീതിയും ആണ് ഇന്നും നമുക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്തു പോരുന്നത്. അത് വലിയൊരു കുറവ് തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ആർട്ട് സ്റ്റുഡൻറ്റിന് എപ്പോഴും വേണ്ടത് ഒബ്സർവേഷനാണ്.
നിരീക്ഷണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഞാനൊരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഒരിക്കൽ ഈ നിഖിൽ ചൗധരി എന്ന് പറയുന്ന ഒരു സിറ്റാറിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ശാന്തിനികേതനിൽ ടാഗോറിൻ്റെ വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയിൽ ശാന്തിനികേതനിലെ സംഗീത ഭവൻ്റെ പ്രിൻസിപ്പലാണ്. അദ്ദേഹം സിറ്റാറിസ്റ്റാണ്. മുതിർന്ന ആളാണെങ്കിൽ എൻ്റെ സുഹൃത്താണ്. ഞാനവിടെ ശാന്തിനികേതനിലായിരുന്നു എൻ്റെ 2 വർഷത്തെ കലാപഠനം മാസ്റ്റേഴ്സ് ചെയ്ത ഒരു യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ ഇദ്ദേഹത്തെ ഇങ്ങനെ കണ്ട് അടുപ്പമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാംകിങ്കർ ബെയ്ജ് എന്ന് പറയുന്ന ഇന്ത്യൻ ശില്പകലയുടെ പിതാവ് എന്ന് പറയപ്പെടുന്ന രാംകിങ്കർ ബെയ്ജിനെ അദ്ദേഹം കാണുന്നത് വളരെ യാദൃച്ഛികമായിട്ടാണ്. അദ്ദേഹം ഈ സിറ്റാറിസ്റ്റ് നിഖിൽ ദാദ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. നിഖിൽ ദാദ ഇങ്ങനെ ക്യാൻറ്റീനിലേക്ക് പോയപ്പോൾ ഒരു വെളുത്ത പൈജാമയും വെളുത്ത ഒരു കുർത്തയിട്ടിട്ട് ഒരാളിങ്ങനെ ഒരു മരത്തേലേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞു. അപ്പം നിഖിൽ ദാദ കുറേ നേരം ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചു. പക്ഷേ ഇദ്ദേഹം ഈ മരത്തിൽ നിന്ന് കണ്ണെടുക്കുന്നില്ല. അത് കഴിഞ്ഞ് ഇയാൾ പോയിട്ട് ക്യാൻറ്റീനിൽ പോയിട്ട് കാപ്പിയൊക്കെ കുടിച്ച് തിരിച്ചു വന്നപ്പോഴും ഈ മനുഷ്യൻ അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. ഈ മരത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. ശാന്തിനികേതനിൽ കലാഭവൻ്റെ അകത്ത്, ക്യാമ്പസിനകത്താണ്. അപ്പോൾ നിഖിൽദാ ചോദിച്ചു, ആരാ? എനിക്ക് പരിചയമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ രാംകിങ്കർ ബെയ്ജ് എന്നാണ് എൻ്റെ പേര്, ശില്പിയാണ്. രവീന്ദ്രനാഥ ടാഗോർ എന്നെ ഇവിടെ കലാഭവൻ്റെ ശില്പവിഭാഗം അധ്യാപകനായി നിയമിച്ചിരിക്കുക. അപ്പം ഈ ഇലകൾ ഇങ്ങനെ ഓരോന്നോരോന്ന് മരത്തിൽ നിന്ന് ഇങ്ങനെ പൊഴിഞ്ഞു വീഴുന്നത് ഞാനൊന്ന് ശ്രദ്ധിക്കുകയുള്ളൂ. അത് ഭയങ്കരം ഒരു വലിയ അനുഭവമാണ്. നമുക്കത് കണ്ടു നിൽക്കാൻ ഭയങ്കരം അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണ് ഞാൻ ചെയ്തത് എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണ് നിഖിൽദയും രാംകിങ്കർ ബെയ്ജും സൗഹൃദമാകുന്നത്. ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ചെറിയ ആളാണ്. അന്ന് ഈ നിഖിൽദ എന്ന വിദ്യാർത്ഥി പോലെയുള്ള ആളാണ്. ഇപ്പോഴാണ് ഈ കലാഭവനിലെ സംഗീത കോളേജിൽ നിന്ന്, സംഗീത ഭവനിൽ നിന്ന് റിട്ടയർ ചെയ്ത വളരെ സീനിയർ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം അടുത്ത ആഴ്ച ഒരു സിത്താറിൻ്റെ ഒരു കൺസെർട്ട്, സിത്താറിൻ്റെ ഒരു വായന അവിടെ ശാന്തിനികേതനിൽ ചെയ്യാൻ അവസരം കിട്ടി. വിദ്യാർത്ഥിയായിരുന്ന നിഖിൽദ സിത്താർ വായിച്ചു. അന്ന് ഈ അളരേഖയെ പോലെയുള്ള ആ പ്രായത്തിലുള്ള അതുപോലെ പ്രഗത്ഭരായ ആളുകളാണ് തബല വായിച്ചതും പിന്നെ മറ്റ് ആ വായനയിൽ, ആ വാതായനത്തിൽ പങ്കെടുത്തത് കുറച്ച് പേരാണ്. അപ്പോൾ ഇത് പങ്കെടുത്തതിൻ്റെ പിറ്റേ ദിവസം അവിടെ ടെലഗ്രാഫ് എന്ന് പറയുന്ന ഒരു പത്രമുണ്ട്. അത് ബംഗാളി പത്രമാണ്, ഇംഗ്ലീഷ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ ടെലഗ്രാഫ് എന്ന് പറയുന്ന പത്രത്തിൽ നിഖിൽദയുടെ പടം അച്ചടിച്ചു വന്നു, ഈ സിത്താർ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹം ഒരു ലോഡ്ജിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ആ പൈസൻപള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ലോഡ്ജിൽ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പേ വാതിലിൽ ഇങ്ങനെ ആരോ മുട്ടെന്ന് കേട്ടു. അപ്പം നിഖിൽദ വാതിൽ തുറന്നപ്പോൾ രാംകിങ്കർ ബെയ്ജാണ്. രാംകിങ്കർ ബെയ്ജിനെ പോലെ മഹാനായ ഒരു മനുഷ്യൻ ഈ നിഖിൽദയുടെ മുറിയുടെ വന്ന് വാതിലിൽ മുട്ടി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇയാൾക്കാകെ പരിഭ്രമമായി, ഇത്രയും വലിയൊരു മനുഷ്യൻ എന്നെ അന്വേഷിച്ച് എൻ്റെ വാതിലിൽ വന്നില്ല. അപ്പോൾ ചോദിച്ചാൽ എന്താ വന്നേ, ഇവിടെ ഇരിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇല്ല, നിങ്ങളെക്കുറിച്ചൊരു വാർത്ത, നിങ്ങൾ സിത്താർ വായിക്കുന്ന ഒരു വാർത്ത ഈ ടെലഗ്രാഫ് പത്രത്തിലുണ്ട്, ഇതാണ് ടെലഗ്രാഫ് പത്രം എന്ന് പറഞ്ഞ് ഈ പത്രം കൊടുക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം വന്നത്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നിരീക്ഷണം എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് വളരെ അത്യാവശ്യമാണ്. ആർട്ട് സ്റ്റുഡൻസിനാണെങ്കിലും ആർട്ടിസ്റ്റാണെങ്കിലും. ഞാനിപ്പോഴും ഒരു ആർട്ട് സ്റ്റുഡൻ്റാണ്, സ്കൾപ്ചർ സ്റ്റുഡൻ്റാണ്. പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ നിരീക്ഷിക്കാറുണ്ട്. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ, രാംകിങ്കർ ബെയ്ജിനെ പോലെയുള്ള ഒരു മഹാനായ ഒരാൾ വളരെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള അയാളുടെ പെർഫോമൻസിനെ കുറിച്ചൊരു വാർത്ത കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു സിംപ്ലിസിറ്റി ഉണ്ടല്ലോ, ഒരു ലാളിത്യം, ലളിതമായിട്ടുള്ള ഒരു മനുഷ്യ ജീവിതം. അപ്പോൾ ഇന്ത്യൻ ആർട്ടിനെ, കണ്ടംപററി ഇന്ത്യൻ ആർട്ടിനെ അല്ലെങ്കിൽ മോഡേൺ ഇന്ത്യൻ ആർട്ടിനെ നമ്മൾ കാണുമ്പോൾ ഇത്തരം ഒരുപാട് മഹത് വ്യക്തിത്വങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ശാന്തിനികേതനിൽ നൊബേൽ പ്രൈസ് കിട്ടിയ 3 പേരുണ്ട്. അതിൽ ഒന്ന് ടാഗോറാണ്. ടാഗോറിൻ്റെ തൊട്ടടുത്ത് അമർത്യ സെൻ എന്ന് പറയുന്ന വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയിട്ടുണ്ട്, ഒരിക്കൽ സംസാരിക്കാനും പറ്റിയിട്ടുണ്ട്. പിന്നെ മദർ തെരേസയാണ്. ഈ 3 പേരും കൽക്കട്ട അല്ലെങ്കിൽ ശാന്തിനികേതനെ ചേർന്ന് നിൽക്കുന്ന 3 മഹത് വ്യക്തികളാണ്. അപ്പം അത്തരം ഒരു കലാപഠന സ്ഥാപനങ്ങൾ നമ്മൾ ഈ പറയുന്ന ചെറിയ സ്കൂളിൽ നിന്ന് പോയതിന് ശേഷം ശാന്തിനികേതൻ പോലെയുള്ള ഒരു ക്യാമ്പസിൽ ഒരു ഉന്നത കലാപഠന സ്ഥാപനത്തിൽ, അല്ലെങ്കിൽ ബറോഡ ഫാക്കൽറ്റി ഓഫ് ഫൈൻ ആർട്സ് പോലെയുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പോലെ, അല്ലെങ്കിൽ JNU പോലെയുള്ള സ്ഥാപനങ്ങളിൽ ചെന്ന് പഠിക്കേണ്ടവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എന്ന് എനിക്ക് കൃത്യമായിട്ടും പറയേണ്ടി വരും. ഇവിടെ ഇരിക്കുന്നതിൽ 1-2 പേര് ഇത്തരം ഒരു വലിയ സർവകലാശാലയിൽ പോയി ഒരിക്കൽ പഠിക്കാൻ കഴിയണം. അതിന് വേണ്ടിയുള്ള ചവിട്ടുപടിയായിട്ട് നമുക്ക് ഇത്തരം സ്ഥാപനങ്ങൾ ഇതിനെ കാണണം എന്നാണ് ഞാൻ പറയുന്നത്. സമയത്തിൻ്റെ ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ട് സൗന്ദര്യശാസ്ത്രം എന്നുള്ളതിനേക്കാൾ ഉപരി ആ ഫിലോസഫി ഓഫ് ആർട്ട് എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ഗഹനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു വസ്തു കാണുമ്പോൾ എന്തുകൊണ്ടാണത് പെൻസിൽ കൊണ്ട് വരയ്ക്കാൻ ശ്രമിക്കുന്നത്? നമ്മൾ നിരന്തരം കാണുന്ന ഒരു കല്ല്, നടന്നു പോകുമ്പോൾ ഒരു കല്ല് അത് കാണുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ആകൃതി എങ്ങനെയാണ് എന്ന് അത് വരയ്ക്കുമ്പോൾ മാത്രമാണ്
അത് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ അതേക്കുറിച്ചൊരു കഥ എഴുതുമ്പോഴാണ് ആ കല്ലിൻ്റെ അസ്തിത്വം അല്ലെങ്കിൽ അതിൻ്റെ സ്വത്വം നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വലിയൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഒബ്ജക്റ്റിനെ കുറിച്ചും ആശയങ്ങളെക്കുറിച്ചും നേച്ചറിനെ കുറിച്ചുള്ള വലിയ അന്വേഷണമാണ് ഒരു കലാവിദ്യാർത്ഥിക്ക് വേണ്ടത്. എന്തായാലും ഈ സ്ഥാപനം അജയനോടൊപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞൊരു ഫ്രറ്റേണിറ്റിയുടെ ഭാഗമാണ്, ഒരു ആർട്ട് കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമായിട്ടാണ് ഈ ചടങ്ങും ഇതൊക്കെ നടക്കുന്നത്. അല്ലാതെ നമ്മൾ ക്ഷണിക്കപ്പെട്ട അതിഥിയും അജയൻ അതിൻ്റെ കണ്ടക്ടറും അല്ല ഒരിക്കലും. നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് ഈ പേരൻസ് പരമാവധി ചിത്രകല എന്താണ്, അതിൻ്റെ സങ്കേതം എന്താണ്, വലിയ സംഭവങ്ങളൊന്നും നിങ്ങൾ ചെയ്യണ്ട. വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളെപ്പോഴും നടന്നു പോകുമ്പോൾ കാണുന്ന ചില വസ്തുക്കൾ അതെടുത്ത് ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. സയൻസും അങ്ങനെയൊക്കെ തന്നെയാണ്, പെർസെപ്ഷൻ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചില ധാരണകൾ ഏത് വിഷയം പഠിച്ചാലും, നിങ്ങൾ നാളെ മെഡിസിൻ പഠിച്ചാലും കൊള്ളാം, അല്ലെങ്കിൽ സ്പോർട്സിൽ പോയാലും കൊള്ളാം, എൻജിനീയറിംഗ് പഠിച്ചാലും കൊള്ളാം, ഇത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ബോധമാണ് ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ഈ സ്കൂളിലേക്ക് എല്ലാ കുട്ടികളെയും, ആർട്ട് സ്റ്റുഡൻസ് എന്ന് ഞാൻ ഇപ്പോഴേ നിങ്ങളെ വിളിക്കുകയാണ്, അല്ലെങ്കിൽ ഇത്രയും നേരം ഇവിടെ വന്നിരിക്കില്ല, നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം.